ഹായ് ഫ്രണ്ട്സ്, ലോ വൈബ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ക്വാറൻറ്റൈൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി. അപ്പം ഞാൻ പറഞ്ഞില്ലേ, പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ കിടിലൻ അടിപൊളി വീഡിയോസൊക്കെ ചെയ്യുമെന്ന്. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് മലയാള സിനിമയുടെ അമ്മയായ കവിയൂർപ്പൊന്നമ്മയുടെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ കവിയൂർപ്പൊന്നമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് മോഹൻലാലും കവിയൂർപ്പൊന്നമ്മ അമ്മയും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കവിയൂർപ്പൊന്നമ്മയുടെ വീട്ടിലേക്കും പിന്നെ ലാലേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. ലാലേട്ടൻ്റെ 2 വീടുണ്ട്, ഒരെണ്ണം എളമക്കര, പിന്നെ ഉള്ളത് തേവരയിലാണ്. അപ്പോൾ ഈ 2 വീട്ടിൽ നമ്മളിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് കവിയൂർപ്പൊന്നമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ് ജസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്, ഏകദേശം കവിയൂർപ്പൊന്നമ്മയുടെ വീട് നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ കവിയൂർപ്പൊന്നമ്മ അമ്മ എന്ന് പറഞ്ഞേക്കാന്നുള്ളത് ഞാൻ അമ്മ എന്ന് പറയാം, അല്ലെങ്കിൽ എനിക്ക് കിട്ടണില്ല പറയാനായിട്ട്. അപ്പോൾ നമ്മൾ കരിമാലൂരാണ് സ്ഥലം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആ റൂട്ടിലേക്ക് എത്തി. അപ്പോൾ ചുറ്റും മൊത്തം പാടമുണ്ട്. പാടത്തിൻ്റെ നടുവിലൂടെയാണ് ഒരു റോഡ്. ആ റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കാഴ്ചകൾ. നല്ല പച്ചയായ പാടം, പച്ചയായ പാടമല്ല, നല്ല പച്ചപ്പായി നിൽക്കുന്ന പാടം. നമ്മളിങ്ങനെ വരുമ്പോഴേ ഇവിടെ ഒരു അമ്പലമുണ്ട്. ലെഫ്റ്റിലോട്ടുള്ള റോഡ് കേട്ടോ. വരുമ്പോൾ തന്നെ അതെ ഇതാണ് അമ്മയുടെ വീട്. പുറപ്പള്ളിക്കാവ് ബണ്ടിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഈ റോഡ് ഇങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 2ാമത്തെ വീടാണ് കവിയൂർപ്പൊന്നമ്മയുടെ വീട്. ശ്രീപീഠം എന്നാണ് കേട്ടോ വീട്ടിൻ്റെ പേര്. ഇതാണ് വീട്. അപ്പോൾ ഇതാണ് കവിയൂർപ്പൊന്നമ്മയുടെ വീട്. അപ്പോൾ ഇത് കാണാൻ പറ്റില്ല, ആൾ സർജറി കഴിഞ്ഞ് കിടക്കുകയെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ സമയത്ത് കയറി കാണാൻ ശരിയല്ല. അപ്പോൾ ഇതാണ് വീട്. അപ്പോൾ നമ്മൾ പൊന്നമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ അയൽവാസിയായ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്. ഇവൻ എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായി. ഇവിടെ വന്നപ്പോഴാണ് ഇവരെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇവിടെ നീ പൊന്നമ്മനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ആള് കുറച്ചാൾ എന്തോ ഒരു സർജറി ആയിട്ട് കിടക്കെന്ന് പറഞ്ഞു. അപ്പൊ അതിന് അത് കഴിഞ്ഞിട്ടേക്കുള്ള പുറത്തേക്ക് വന്നു. അത് കൊറോണയുടെ ഇഷ്യൂ ഒക്കെ ഉള്ള. അപ്പൊ എന്തായാലും ഇപ്പൊ പുറത്തേക്കൊന്നും കാണാറില്ല. അല്ലെങ്കിൽ ഒരിടക്ക് രാവിലെയൊക്കെ നടക്കാനൊക്കെ ഇറങ്ങാനാണ്. അപ്പൊ കാണാറും കൂടി ഇല്ല. ചിലപ്പോ ആ സർജറി കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ ഇറങ്ങാത്തത്. ഇപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ സർജറി കഴിഞ്ഞ് കാണാൻ പറ്റില്ലെന്നാ പറഞ്ഞത്, കിടക്കണെന്നാണ് പറഞ്ഞത്. അപ്പൊ ശരി, അപ്പൊ ഇവനെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പൊ നമ്മളിപ്പോ അമ്മേനെ കാണാൻ പറ്റില്ല. അമ്മയുടെ വീട് കണ്ട്. ഇനി നമുക്ക് മോനെ കാണാൻ പോവാം. മോനെ കാണാൻ പറ്റുമോന്ന് അറിയില്ല. മോന്റെ വീടെങ്കിലും ഉണ്ടാവും മതിയായിരുന്നു. അപ്പൊ നമ്മള് ലാലേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെങ്കമ്പുഴ പാർക്കില്ലേ, ചെങ്കമ്പുഴ പാർക്ക്, അതിന്റെ ബാക്കിൽ കൂടിയുള്ള റോഡാണ്. ആ റോഡിൽ കൂടിയാണ് പോണത്. കാണാൻ പറ്റിയാൽ മതിയായിരുന്നു, കാറിനെങ്കിലും കാണാൻ പറ്റിയാൽ മതിയായിരുന്നു അല്ലേ? അപ്പോൾ ഒരു വിമാർട്ട് എന്ന് പറഞ്ഞ കടയുണ്ട്. ആ കടയുടെ അവിടെ നിന്ന് നമ്മൾ രാജീവ. ഇതാണ് ലാലേട്ടൻ്റെ വീട്ടിലോട്ടുള്ള വഴി. ഇതല്ലല്ലോ, ഇതാണ് ലാലേട്ടൻ്റെ വീട്. ലാലേട്ടനുണ്ടോ? ഇല്ലേ? ചെന്നൈയിലാണോ? അമ്മ മാത്രമാണോ ഇവിടെ? ഇതാണ് ലാലേട്ടൻ്റെ വീട്. എൻ്റെ കിടപ്പിനെ കൊടുക്കാൻ പറ്റുമോ? ഇതാണ് അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ വീട്. ലാലേട്ടൻ്റെ വീട് ഇല്ല, ചെന്നൈയിലാണ്.
അപ്പം ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്. ലാലേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ, ലാലേട്ടൻ ചെന്നൈയിലാണെന്ന്. ആ സെക്യൂരിറ്റിക്കാരൻ നമ്മളെ കണ്ടപ്പോൾ തന്നെ ഗേറ്റ് പൂട്ടിയിട്ട് ഓടിക്കേറിയാൽ മതിയായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക്. അമ്മ മാത്രമേ ഉള്ളൂ അവിടെ, വേറെ ആരുമില്ല. ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി നമുക്ക് നേരെ ലാലേട്ടൻ്റെ തേവരയിലുള്ള വീട്ടിലോട്ട് പോകും. അവിടെ എന്തായാലും ലാലേട്ടൻ ഉണ്ടാവൂല. ഞാൻ വീട് കാണിച്ചു തരാം നിങ്ങൾക്ക്. വീട് 19ാമത്തെ വീടാണ് പത്മശ്രീ മോഹൻലാൽ വിസ്മയ. അപ്പോൾ നമുക്ക് റോഡിലോട്ട് പോവാം. ഫുൾ എനർജിയാണ്. നമുക്ക് കുറച്ചുകൂടി നേരെ അങ്ങോട്ട് പോവാം. അവിടെ ബോർഡ് വെച്ചാൽ കണ്ടില്ലേ, 19ാമത്തെ വീടാണ് കേട്ടോ. ഇതിൽ നേരെ ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് പിന്നെ റൈറ്റിലോട്ട്. അതെ, ഇതാണ് ലാലേട്ടൻ്റെ വീട് നേരെ കണ്ടത്. ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്. ഇവിടെ പക്ഷെ ആളൊന്നും താമസിക്കാനുള്ള, അതേ പേര് ഇവിടെ ഉണ്ട്, വിസ്മയം. കാണാൻ പറ്റും ഉള്ളിൽ? കാണാൻ പറ്റില്ല, ഗേറ്റൊക്കെ ലോക്കാണ്, പൂട്ടിട്ടാക്കണേന. അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. 2 വീട് കണ്ടില്ലേ? അപ്പോൾ ലാലേട്ടൻ്റെ 2 വീട്ടിൽ ലാലേട്ടനില്ല. 2 വീടിൻ്റെ ഗേറ്റ് കണ്ടില്ലേ? ഗേറ്റൊക്കെ കിട്ടില്ല, ഗേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോവുകയാണ് ഇനി വീട്ടിലേക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.